ഏറ്റവും ഈസി ആയിട്ട് ഇങ്ങനെയാണ് നിങ്ങളുടെ ഡാവിൻഷിയിലെ വീഡിയോ പ്ലേ ബാക്ക് എന്നുണ്ടെങ്കിൽ ഐ ഹാവ് എ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ യു. ഒരെണ്ണമല്ല 5 എണ്ണം ഉണ്ട്. ഒന്നാമതായിട്ട് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷോ ഓൾ വീഡിയോ ഫ്രെയിംസ് എന്നുള്ള സംഭവം ഒന്ന് ഇനേബിൾ ചെയ്യുക. പിന്നെ ഈ കാണുന്ന സംഭവം ജസ്റ്റ് ഡിസേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കളേഴ്സും അതുപോലെ തന്നെ ഫ്യൂഷൻ എഫക്ട്സും കാര്യങ്ങളൊന്നും ഡിസേബിൾ ആവുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫാസ്റ്റർ ആയിരിക്കും. എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഇനേബിൾ ചെയ്താൽ മതി. പിന്നെ പ്ലേ ബാക്കിൽ പോയിട്ട് ടൈം ലൈൻ പ്ലേ ബാക്ക് റെസൊല്യൂഷൻ ക്വാർട്ടർ ഇടുക. പിന്നെയും പ്ലേ ബാക്കിൽ തന്നെ റെൻഡർ ക്യാഷ് എടുത്തിട്ട് യൂസർ ആക്കുക. ഇനി സെറ്റിങ്സിൽ പോയിട്ട് വീഡിയോ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ 1080 ആക്കി വയ്ക്കുക. ഇനി അവിടെ തന്നെ താഴെയായിട്ട് ഒപ്റ്റിമൈസ്ഡ് മീഡിയ റെസൊല്യൂഷനിൽ വന്നിട്ട് ഒരു ഹാഫ് അല്ലെങ്കിൽ ക്വാർട്ടർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഒപ്റ്റിമൈസ്ഡ് മീഡിയ ഫോർമാറ്റിലും റെൻഡർ ക്യാഷ് ഫോർമാറ്റിലും വന്നിട്ട് DNX HR HQ അല്ലെങ്കിൽ SQ അല്ലെങ്കിൽ LB ഇതിൽ 3 ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യണത് SQ ആയിരിക്കും. ഇനി നിങ്ങളുടെ ക്ലിപ്സ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് ഒപ്റ്റിമൈസ്ഡ് മീഡിയ കൊടുക്കുക. ഇത്രയും ചേഞ്ചസ് തന്നെ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ പ്ലേ ബാക്ക് സ്പീഡിൽ വലിയൊരു ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയും നിങ്ങൾക്ക് സ്പീഡായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോക്സി ഫയൽസ് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. എന്നിട്ടും ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ മാറ്റാൻ സമയം എന്നാണ് അതിൻ്റെ അർത്ഥം.